ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിഡൻ ലവ് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 12 ആണ്. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഡുവാൻ്റെ മാനേജറായ ആ ലേഡി ഡുവാനോട് വന്ന് പറയുന്നുണ്ട്, ഇനി ജിയാങ് എന്തെങ്കിലും പ്രശ്നം ഇവിടെ വന്ന് ഉണ്ടാക്കിയാൽ അതുടനെ തന്നെ നീ അറിയും. അങ്ങനത്തെ രൂപത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഞാനിവിടെ പുതുതായി നിർമ്മിച്ചിരിക്കുന്നത് എന്നെല്ലാം ഡുവാനോട് പറയുമ്പോൾ ഡുവാൻ അതെല്ലാം ആലോചിച്ചുകൊണ്ട് വളരെ സന്തോഷമെല്ലാം ആ ലേഡിയോട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം ഡുവാൻ ഒന്നും പറയാതെ ഇനി ഇങ്ങോട്ട് വരണ്ട എന്നെല്ലാം പറഞ്ഞത് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു സംശി. സംശിക്ക് ഒരുപാട് സങ്കടവും വരുന്നുണ്ട്. ഇതുവരെ ഡുവാൻ വിളിച്ച് എന്താണ് കാരണമെന്ന് ഒന്നും തന്നെ സംശിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വളരെയധികം സങ്കടത്തിലായിരുന്നു സംശി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡുവാൻ നേരെ സംശിക്ക് രാത്രി മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. വെക്കേഷനൊക്കെ അല്ലേ, നാട്ടിൽ പോകുന്നുണ്ടോ, എന്താണ് പ്ലാൻ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട സംശി അവളുടെ പ്ലാനും പിന്നെ നാട്ടിൽ പോകുന്ന ഡേറ്റും എന്നെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം സംശി ഒരു ഡിന്നർ കഴിക്കാനായി വിളിക്കുമ്പോൾ ഡുവാൻ എനിക്ക് തിരക്കാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കണ്ട് സംശി ഒരുപാട് വിഷമത്തിലായിരുന്നു. ഇങ്ങനെ അവരുടെ എക്സാംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ നേരെ എല്ലാവരും കൂടി ഒരു ബാറിലേക്കാണ് വരുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഒരുപാട് കുടിക്കുന്നുണ്ട്. സംശിയാണെങ്കിൽ ഓവറായി കുടിച്ചിരുന്നു. അതേസമയം ഡുവാനാണെങ്കിൽ നേരെ സംശിക്ക് മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. നിന്റെ ലഗേജൊക്കെ ആക്കി കഴിഞ്ഞു എന്നെല്ലാം ചോദിച്ചു. അതിനെല്ലാം അതെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംശി വേറെ ഒന്നും തന്നെ മെസ്സേജ് ഒന്നും ആക്കുന്നില്ല. ഈ സമയം സംശിയെ ഇംപ്രസ് എല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടി മിങ് നേരെ സ്റ്റേജിൽ കയറി അവൻ എഴുതിയ പാട്ടിനെല്ലാം പാടുന്നുണ്ട്. അതെല്ലാം മിങ് നേരെ സംശിയെ നോക്കിയാണ് പാടുന്നതെങ്കിലും സംശി മിങ്ങിനെ ശ്രദ്ധിക്കാതെ ഒരുപാട് കുടിച്ചത് കാരണം അവൾ ഫോണിലേക്ക് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് സംശിക്ക് നേരെ ഡുവാൻ്റെ കോള് വരുന്നത്. ഞാൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ്? അപ്പോൾ സംശി എവിടെയാണ് ഉള്ളത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഡുവാൻ ചോദിക്കുന്നുണ്ട്, നീ കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ സംശി അതെ എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്ന ഡുവാൻ പറയുന്നുണ്ട്, നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് നിന്നെ ഡ്രോപ്പ് ചെയ്യാനായി വരാം എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം സംശിയാണെങ്കിൽ അവരോടെല്ലാവരോടും ഞാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ അവളുടെ ഫ്രണ്ടാണെങ്കിൽ അതെല്ലാം കണ്ട് ഒരുപാട് പേടിക്കുന്നുണ്ട്. എന്നിട്ട് മിങ്ങിനെയും അവളുടെ ഒപ്പം പറഞ്ഞയക്കുന്നുണ്ട്. കാരണം അവൾ ഒരുപാട് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചിരുന്നു. ഇങ്ങനെ ബാറിൻ്റെ പുറത്തെത്തിയ സംശയാണെങ്കിൽ നേരെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് മിങ് നേരെ അവൾ ക്ലോസ് ആയി ഇരുന്നു കൊണ്ട് അവളെ ഹെൽപ്പാക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവിടേക്ക് നേരെ ഡുവാൻ വരുന്നത്. ഇതൊന്ന് കാണുമ്പോൾ ഡുവാൻ ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ലായിരുന്നു. ഡുവാൻ നേരെ അവൻ്റെ അടുത്തേക്ക് പോയി അവനെ പിടിച്ചെണീപ്പിച്ചതിന് ശേഷം ഞാൻ സംശിയെ കൊണ്ടുപോയിക്കോളാം എന്നെല്ലാം പറയുന്നുണ്ട്. ഡുവാനെ കണ്ട സംശയാണെങ്കിൽ എൻ്റെ ചേട്ടൻ വന്നു, ഞാൻ ഇനി ചേട്ടൻ്റെ കൂടെ പോയിക്കോളാം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഡുവാൻ നേരെ സംശിയെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. സംശയാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങുന്നു തന്നെയില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് സംശിയെ എണീപ്പിക്കുന്നുണ്ട് ഡുവാൻ. സംശയാണെങ്കിൽ നേരെ എഴുന്നേറ്റ് ഡുവാൻ്റെ കോട്ടിലെല്ലാമായി വൊമിറ്റെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും ഡുവാൻ നേരെ സംശിയെ വികാതെ പിടിക്കുകയാണ്. അങ്ങനെ സംശയ നേരെ എനിക്ക് വളരെയധികം ക്ഷീണമുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഡുവാൻ്റെ മേലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഡുവാനാണെങ്കിൽ സംശയെ ചേർത്ത് പിടിച്ച് അല്പനേരം അവർ അങ്ങനെ ടൈമെല്ലാം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സംശയെ എങ്ങനെയൊക്കെയോ ഡുവാൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. സംശി ഒരു ഭാഗത്ത് നിന്നാൽ അവിടെ നിന്ന് അനങ്ങുന്നു വരെയില്ല. പക്ഷേ ഡുവാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ ശ്രമിച്ച് സംശി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. പിന്നീട് സംശി ഒരു ഭാഗത്തിരുന്നു കൊണ്ട് ഡുവാനോട് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ എടുക്കുമോ എന്നെല്ലാം കേൾക്കുന്ന ഡുവാൻ അതെ, നിനക്ക് ക്ഷീണമായിട്ടല്ലേ, എന്നെ ഞാൻ എടുത്തു കൊണ്ടുപോവാം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം പറഞ്ഞു തീരുന്നതും സംശി ഒരുപാട് അവിടെ ഇരുന്ന് കരയുകയാണ്. എന്താണെന്ന് ഡുവാൻ ചോദിക്കുമ്പോൾ സംശി പറയുന്നത്, ഞാൻ ഭയങ്കര വെയിറ്റാണ്, ഞാൻ നല്ല തടിയുണ്ട്, നിങ്ങൾക്ക് എന്നെ പൊന്തില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഡുവാന് ഒരുപാട് ചിരിയെല്ലാം വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷവും സംശി നേരെ പറയുന്നുണ്ട്,
എന്നെ നിങ്ങൾ എടുക്കുമോ? അപ്പോഴും ഡിവാൻ അതേ എന്ന് പറയുമ്പോൾ സാക്ഷി ഇത് തന്നെ പറയുന്നു. ഞാൻ നല്ല വെയിറ്റുണ്ട്, നിങ്ങൾക്ക് എന്നെ പൊന്തില്ല, അതുമല്ല നിങ്ങളുടെ ഓപ്പറേഷൻ എടുത്തല്ലേ കഴിഞ്ഞത് എന്നെല്ലാം പറയുമ്പോൾ ഡിവാൻ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് 3 മാസമായില്ലേ, എനിക്കിപ്പോൾ നിന്നെ എടുത്തു പൊക്കാം എന്നെല്ലാം പറയുന്നുണ്ട് ഡിവാൻ. അങ്ങനെ ഡിവാൻ നേരെ സാക്ഷിയെ എടുത്തു പൊക്കിക്കൊണ്ട് പോകുമ്പോഴാണ് സാക്ഷി ഡിവാനോടൊരു കാര്യം പറയുന്നത്. എനിക്കൊരു സീക്രട്ട് ഉണ്ട്, അത് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോവുകയാണ്. എനിക്കൊരാളെ ഇഷ്ടമുണ്ട്. ഇത് കേൾക്കുന്നത് ഡിവാൻ്റെ മുഖം അല്പമെല്ലാം സാഡാകുന്നുണ്ട്. എന്നിട്ടും ഡിവാൻ ചോദിക്കുന്നുണ്ട്, ബാക്കി പറയും എന്നെല്ലാം പറയുമ്പോൾ അവൻ്റെ പേരെന്താണ് എന്നുകൂടി ഡിവാൻ ചോദിക്കുമ്പോൾ സാക്ഷി പറയുന്നുണ്ട്, അതൊന്നും ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവനാണെങ്കിൽ എന്നെ ഒട്ടും തന്നെ ഇഷ്ടമില്ല. പക്ഷെ അവൻ എന്നെ ഒരുപാട് കെയറും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാക്ഷി ഒരുപാട് കരയുന്നുണ്ട്. അത് കണ്ട് ഡിവാൻ പറയുന്നുണ്ട്, അങ്ങനെ കെയറെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ അവൻക്ക് ഇഷ്ടമായിട്ടാകും. പക്ഷേ സാക്ഷി പറയുന്നുണ്ട്, അവൻ എന്നെ മാത്രമല്ല എല്ലാവരെയും കെയർ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവർ അവിടെ നിന്ന് നേരെ കാറിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഡിവാൻ നേരെ സാക്ഷിയുടെ റൂമിൻ്റെ മുമ്പിൽ ഡ്രോപ്പ് എല്ലാം ചെയ്തുകൊണ്ട് സാക്ഷി ഉറങ്ങിക്കിടക്കുമ്പോൾ ഡിവാൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ അതുപോലെ സ്നേഹിച്ചു കൊള്ളാം, നീ ആഗ്രഹിക്കുന്ന അവനെ പോലെ തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു കൊള്ളാം, നീ അവനെ മറന്നേക്ക് എന്നെല്ലാം ഡിവാൻ ഒരു ജലസ് ഫീൽ ചെയ്യുന്നത് പോലെ സാക്ഷിയോട് പറയുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുന്ന സാക്ഷി കാണുന്നത് സാക്ഷിയുടെ റൂമിൽ കിടക്കുന്നതാണ്. അപ്പോഴാണ് സാക്ഷിക്ക് ഇന്നലെ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് നേരെ സാക്ഷിക്ക് ഡിവാൻ്റെ മെസ്സേജും കാണുന്നുണ്ട്. ഡിവാൻ പറയുന്നുണ്ട്, നിന്നെ കുറച്ച് കഴിഞ്ഞ് 9 മണിയാകുമ്പോഴത്തേക്കും ഞാൻ പിക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ട്, നിന്റെ ഫ്ലൈറ്റ് ആവാനായിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ സാക്ഷി എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോഴാണ് അവളുടെ ഫ്രണ്ട്സ് എല്ലാം അവളെ കാത്തിരിക്കുന്നത്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഇന്ന് കൊണ്ടാക്കിയ അവനല്ലേ നിന്റെ ക്രഷ് എന്നല്ല ഒരുപാട് ചോദിച്ച് വെറുപ്പിക്കുമ്പോൾ സാക്ഷി അതേ എന്ന് മറുപടി പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, അവൻ എന്തൊരു ഹാൻസമാണ്, അവനെ തന്നെ നീ നോക്കിക്കൂടെ എന്നെല്ലാം അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നീ ഇന്നലെ ഒരുപാട് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചതല്ലേ, നീ എന്തൊക്കെ പണിയാണ് ഒപ്പിച്ചത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. കിസ്സടിച്ചോ എന്നെല്ലാം ചോദിക്കുമ്പോൾ സാക്ഷി ഒന്നുമില്ല എന്ന് തലയാട്ടുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, ഒന്നുമല്ല, നീ എന്തായാലും വോമിറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അതൊന്നും ആരെങ്കിലും ക്രഷിനോട് ചെയ്യോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സാക്ഷി അതേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് സാക്ഷി അവൻ്റെ മേലേക്ക് വോമിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെ അവൾ എന്തോ ഒരു പോലെ അവിടെ ഇരിക്കുകയാണ്. അതേസമയം സാക്ഷിയെ വെയിറ്റ് ചെയ്ത് ഡിവാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഡിവാൻ സാക്ഷിയോട് പറയുന്നുണ്ട്, നീ ഇന്നലെ ഒരുപാട് കുടിച്ചിരുന്നു, ഇനി അങ്ങനെ കുടിക്കരുത്, വേഗം വന്ന് കാറിലേക്ക് കയറി എന്നെല്ലാം പറഞ്ഞ് ലഗേജ് എല്ലാം എടുത്ത് ഡിവാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് സാക്ഷിയുടെ അടുത്തേക്ക് മിങ് വന്നുകൊണ്ട് മിങ്ങിൻ്റെ ഇഷ്ടം കൺഫസ് ചെയ്യുന്നത് സാക്ഷിയുടെ മുമ്പിൽ. അപ്പോൾ തന്നെ സാക്ഷിക്ക് ഓർമ്മ വരുന്നത് അന്ന് ഡിവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളായിരുന്നു. ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരെ ഒറ്റയടിക്ക് വേദനിപ്പിച്ച് ഒഴിവാക്കരുത്, സ്നേഹത്തോടെ പറഞ്ഞ് ഒഴിവാക്കണം എന്നെല്ലാം ഓർത്തുകൊണ്ട് സാക്ഷി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് സാക്ഷി ഒഴിഞ്ഞു മാറുമ്പോൾ മിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ കൂടെ ഒരു ഫ്രണ്ടായിരുന്നൂടെ? അത് കേൾക്കുന്ന സാക്ഷി ചിരിച്ചുകൊണ്ട് അതേ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ മിങ്ങിനോട് സംസാരിച്ച് നേരെ സാക്ഷി കാറിൽ കയറുമ്പോൾ ഡിവാൻ നേരെ സാക്ഷിയോട് ചോദിക്കുന്നത്, നിനക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് ആ ചെറുക്കൻ ഇവനാണോ എന്നെല്ലാം ചോദിക്കുന്നത് കേൾക്കുന്ന സാക്ഷിക്ക് എന്തോ പോലെയാണ് തോന്നുന്നത്. സാക്ഷി എന്ന് പറയണം എന്നൊന്നും അറിയാതെ അവിടെ ഇരിക്കുകയാണ്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഹിഡൻ ലവിൻ്റെ ഡ്രാമയിൽ 12th എപ്പിസോഡ് വരെ തീരുന്നത്.